നമസ്കാരം. നമ്മൾ 1-2 എപ്പിസോഡുകൾക്ക് ശേഷം വീണ്ടും ഗ്രെയിൻ ഫ്രീ ഡയറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് 4-ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഗ്രെയിൻ ഫ്രീ ഡയറ്റ് വെയിറ്റ് കുറയ്ക്കാൻ മാത്രമാണെന്ന്. ഒരിക്കലുമല്ല. ഗ്രെയിൻ ഫ്രീ ഡയറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ പ്രമേഹം, അമിതവണ്ണം, ഫാറ്റി ലിവർ, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, ഇത്രയും 4 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ അത് മാത്രമല്ല, ഗ്രെയിൻ ഫ്രീ ഡയറ്റിന് വളരെയധികം മറ്റു ഗുണങ്ങളും ഉണ്ട്. അതായത് നമുക്ക് ഈ പറയുന്ന ഇപ്പോഴുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങൾ ഇത് കൂടാതെ ഉള്ളത് എന്തൊക്കെയാണ്? കൊളസ്ട്രോൾ എന്നെല്ലാവരും കൊളസ്ട്രോളിനെ വിളിച്ചു നടക്കില്ലേ, അത് കുറയ്ക്കാം. അതുപോലെ തന്നെ ക്യാൻസർ വരാനുള്ള സാധ്യത പോലും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഒരു ഭക്ഷണത്തിന് പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും നമ്മളുടെ അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് വളരെയധികം വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണിപ്പം. അപ്പോൾ അത് കുറയ്ക്കാനും നമുക്ക് ഈ ഗ്രെയിൻ ഫ്രീ ഡയറ്റ് വളരെയധികം സഹായിക്കും. തീർച്ചയായും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസ്, സോറിയാസിസ്, പാർക്കിൻസൺസ്, ഇതിനൊക്കെ തന്നെ ഗ്രെയിൻ ഫ്രീ ഡയറ്റാണ് ഇപ്പോൾ പറഞ്ഞ് കേൾക്കുന്നത്, ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞ് കേൾക്കുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റ് ശരിക്കൊരു വില്ലനായിട്ടാണ് ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് കുറച്ചുകൊണ്ടുള്ള ഒത്തിരി നല്ല റെസിപ്പികൾ നിങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തതും വളരെ യുണീക്കായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൽ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത ഗ്രീൻ പീസ് ദോശയുടെ ചെറിയ ഒരു ഛായ ഉണ്ടെന്നേ ഉള്ളൂ. എന്നാലും അതുപോലെയല്ല. ഗ്രീൻ പീസ് ഇത് മുളപ്പിച്ച ഗ്രീൻ പീസ് ആണ് പ്രധാനമായിട്ടുള്ള ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത്. അത് നമ്മളിപ്പം ഒരു 1/2 കപ്പോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യത്തെ, ഇപ്പം പലരും ചോദിക്കും ഇത് ഒരു പ്രാവശ്യത്തേക്ക് കഴിക്കാനാണോ 10 പ്രാവശ്യത്തേക്ക് കഴിക്കാനാണോ, എത്ര എണ്ണം കഴിക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് വയറ് നിറയുന്നത് പോലെ തന്നെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ വളരെയധികം കലോറി, ഇത് ഞാൻ കൂടുതൽ എടുക്കുന്നതെന്ന് വെച്ചാൽ കലോറിഫിക് വാല്യൂവിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മറ്റ് 1-2 പ്രേക്ഷകർ ചോദിച്ച് ചെറുപയർ പോരെയെന്ന്. ചെറുപയർ എടുക്കാം. ചെറുപയർ ഇതുപോലെ തന്നെ ഗ്രെയിൻ ഫ്രീ തന്നെയാണ്, പൾസസ് ആണ്. പക്ഷേ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് കൂടുതലാണ്. മാത്രമല്ല ടോട്ടൽ കലോറിഫിക് വാല്യൂ വളരെ കൂടുതലാണ്, 250-300 അതേസമയം ഗ്രീൻ പീസിലോ 100 ഗ്രാമിൽ വെറും 86 കലോറി. അതാണ് വ്യത്യാസം. നമുക്ക് ഈ കലോറിഫിക് വാല്യൂ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗ്രെയിൻ ഫ്രീ ഡയറ്റിൽ. അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ പീസ് തന്നെ ഈ കൂടുതൽ ദോശയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത് മുളപ്പിച്ചതാണ്. ഇത് നമുക്കിപ്പം 1/2 കപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു 1/2 കപ്പ് വെച്ചിട്ട് ഒരു 5-6 ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു നേരം 2-3 ദോശ കഴിച്ചാൽ മതിയാവും. പിന്നെ മുട്ടയോ മറ്റോ കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പം അത്രയും തന്നെ വേണ്ടി വരത്തില്ല. ഇപ്പം ഞാൻ ഇതിനകത്ത് പ്രധാനമായിട്ടൊരു മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പം വെജിറ്റേറിയൻസിന് മുട്ട കഴിക്കാത്തവർക്കാണെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇതിന് പകരം നമുക്ക് കുറച്ച് കടലപ്പരിപ്പോ എന്തെങ്കിലും കുറച്ചുകൂടെ പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ളത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒരു മുട്ട, ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് മുളപ്പിച്ചതിനകത്ത് ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ ജീരകം, അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളി. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ചേരുവയാണ് ഇത്, ഒരു വെജിറ്റബിൾ ദോശ കൂടെയാണ്. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നമുക്ക് ഒരു 50 ഗ്രാം ക്യാരറ്റ് എടുക്കാം. ഇപ്പോൾ 100 ഗ്രാം ഗ്രീൻ പീസ് ആണെങ്കിൽ 50 ഗ്രാം ക്യാരറ്റ് എടുക്കാം. ബാക്കി ഈ മുട്ടയും ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്ന ഒരു മിശ്രിതമാണിത്. ഇതാണ് നമ്മൾ ദോശയ്ക്ക് എടുക്കുന്നത്. കണ്ടോ, നല്ല കറക്റ്റ് ദോശയുടെ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് നെയ്യ് വെച്ചിട്ടാണ് നമ്മളിത് മൊയിച്ചെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ കാര്യം നമ്മൾ അരച്ചിട്ട് അപ്പം തന്നെ തയ്യാറാക്കണം കേട്ടോ. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എപ്പോഴും കിട്ടുള്ളൂ. ഇരുന്ന് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റായി പോകും. നെയ്യ് ലേശം പുറത്ത് പുരട്ടാം. ഗ്രീൻ പീസിന് ഉള്ള ഒരു ചട്നി തയ്യാറാക്കാം. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. നേരത്തെ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി
തക്കാളി ചട്നി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അന്ന് റെസിപ്പി നമ്മൾ കാണിച്ചിരുന്നില്ല. ഇന്ന് നമുക്ക് റെസിപ്പി കാണാം. വെർജിൻ ഓയിൽ ചേർക്കുക. വെർജിൻ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കുക. ഗ്രെയിൻ ഫ്രീ ഡയറ്റ്സിന് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ഫാറ്റ് കഴിക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് കൂടുതൽ എണ്ണ ഒഴിക്കുന്നത്. ഓക്കെ, അതിലേക്ക് നമുക്ക് തക്കാളി, ഇതിൻ്റെ ചേരുവയെന്ന് പറഞ്ഞാൽ തക്കാളി നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു 2 തക്കാളിയോ 3 തക്കാളിയോ എടുക്കുക. ഒരു 10-25 ഗ്രാം മുരിങ്ങയില എടുക്കണം. സാമ്പാർ പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയേ ഉള്ളൂ. നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ല അടിപൊളി മണം വരുന്നുണ്ട് വെർജിൻ ഓയിലിൻ്റെ. അതുപോലെ തന്നെ ഇത് വേറെ രീതിയിലും ചെയ്യാം. ഇത് തക്കാളി മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ വളരെ ഫാസ്റ്റാണ്. ഇതിനേക്കാൾ എളുപ്പം തിളച്ചിട്ട് അപ്പം തന്നെ നമുക്ക് പൊടിയൊക്കെ ഇട്ടെടുക്കാം. ഇത് കുറച്ചൊന്ന് വഴറ്റിയെടുക്കണം, അതാണ് ഡിഫറൻസ്. തക്കാളി ചട്നി എടുക്കുന്നതിൻ്റെ പിന്നിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഇത് കലോറിഫിക് വാല്യൂവിൽ വളരെ താഴെ നിൽക്കുന്ന ഏറ്റവും നല്ല ഫ്രൂട്ടാണ്. വെറും 18-20 കലോറി പോലും ഇല്ല 100 ഗ്രാമിൽ. അതോടൊപ്പം ഇതിൻ്റെ ന്യൂട്രിയൻ വാല്യൂവും അതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടിയും വളരെ കൂടുതലാണ്. ഞാൻ എപ്പോഴും പറയില്ലേ, ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലതാണ്. തക്കാളി മാക്സിമം വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാം കൊണ്ടും നല്ലത്. തക്കാളി കഴിച്ച് മൂത്രത്തിൽ കല്ല് എന്ന് പറയരുത്. അതിൻ്റെ യാതൊരു കാര്യവുമില്ല. മൂത്രത്തിൽ കല്ല് വരില്ല തക്കാളി കഴിച്ചാൽ. തക്കാളിക്കകത്തിരിക്കുന്ന കുരു മൂത്രത്തിലെ കല്ലാണെന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട് പലർക്കും. അത് വെറും തെറ്റിദ്ധാരണ തന്നെയാണ്. സാമ്പാർ പൊടി ചേർക്കാം. ആദ്യമേ കുറച്ച് ഉപ്പിട്ടിരുന്നു. അത് പെട്ടെന്ന് തക്കാളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടത് ആദ്യമേ. മുരിങ്ങയില ചേർക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു മുരിങ്ങയിലയാണ് ഇതിനകത്ത് കൂടുതൽ. മുരിങ്ങയില ചട്നി എന്ന് പറയാം. ഇതിങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നല്ല വേറൊരു ഫോമിലിരിക്കും. തീർന്നു, നമ്മുടെ പാചകം കഴിഞ്ഞു. മുരിങ്ങയില ചേർത്തിട്ട് പിന്നെ അധികം പാചകമില്ല. പെട്ടെന്ന് തന്നെ ഇപ്പോഴും ഇലക്കറികൾക്ക് തീരെ വേവ് കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ അത് മാറ്റണം. പിന്നെ അടുപ്പിലിട്ടേക്കരുത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം.
എക്സലൻറ്റ് കോമ്പിനേഷനാണ്. ഈ തക്കാളി ചട്നി തന്നെയാണ് ഈ ഒരു ദോശയ്ക്ക് ഏറ്റവും പറ്റിയത്. മുരിങ്ങയിലയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. 100 ഗ്രാം മുരിങ്ങയിലക്കകത്ത് 25 ഗ്രാമിന് അത്ര പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ശരിക്ക് ഈ ഗ്രീൻ പീസിനകത്ത് 25 ഗ്രാം പ്രോട്ടീനാണുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഏതൊരു പയർ കടല വർഗ്ഗങ്ങളെയും കിടപിടിക്കത്തക്ക രീതിയിലാണ് മുരിങ്ങയിലക്കകത്ത് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കാൽസ്യം, അയൺ, മഗ്നീഷ്യം, മാംഗനീസ് എന്ന് വേണ്ട എല്ലാം, ഫൈബർ ഒക്കെ തന്നെ ഇതിലെല്ലാം പോഷകങ്ങളുടെ കലവറയാണ്. മുരിങ്ങയില നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണമെന്ന് ഞാൻ ദൂരദർശൻ ചാനലിലിരുന്നു അന്ന് മുതൽ പറയുന്നതാണ്. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റേതായ ഗുണം കിട്ടും. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇൻടോളറൻസ് ഉണ്ട്. കഴിക്കുമ്പോൾ അതിനകത്ത് ഭയങ്കര വയറിളക്കം വരും, വയറുവേദന വരും. അങ്ങനെയുള്ളവർ കഴിക്കാൻ പാടില്ല. അവർക്ക് ബോഡി സ്റ്റാറ്റസ് ആണ്, അത് ശരിയാവില്ല. അല്ലാത്തവർ മുരിങ്ങയില ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം. എന്താഹാരം ഉണ്ടാക്കിയാലും ഒരു പിടി മുരിങ്ങയില ഇടുന്ന ഒരു ശീലം ഉണ്ടാക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ ന്യൂട്രിയൻസും ശരീരത്തിൽ കിട്ടത്തക്ക എളുപ്പമുള്ളൊരു മാർഗ്ഗമാണത്. അപ്പോൾ അതിന് നിങ്ങൾ ഒരിക്കലും ഒരു ഉപേക്ഷ വിചാരിക്കരുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. പിന്നെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ക്യാരറ്റ് ചേർക്കാം. അങ്ങനെ അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസും ഇതിനോടൊപ്പം ചേർക്കാം. ഇത് മോസ്റ്റ് ഐഡിയൽ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കുക. കമൻസ് അറിയിക്കണം. ഇപ്പം എത്ര ദിവസമായി ഇപ്പം പലരും ഞങ്ങൾ വെയിറ്റ് ലോസ് ചലഞ്ചിൽ ചേരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട്സ് അയക്കണം. ചിലരൊക്കെ എഴുതുന്നുണ്ട് ഇത്ര കുറഞ്ഞു എന്ന്. അപ്പോൾ എനിക്ക് വളരെ ആകാംക്ഷയോടുകൂടി ഞാൻ ഇരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളെന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.